നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും നിർണായകമാകും. രാജ്യത്ത് മറ്റെവിടെയെങ്കിലും പാർട്ടിക്ക് ഒരു സീറ്റെങ്കിലും ലഭിക്കാനുള്ള സാധ്യത തന്നെ തീരെ കുറവാണെന്നിരിക്കുന്നതിനാൽ പ്രതീക്ഷ മുഴുവൻ കേരളത്തിലാണ്. എന്നാൽ പാർട്ടിയുടെയും സർക്കാരിന്റെയും കേരളത്തിലെ അവസ്ഥ ഇപ്പോൾ അതിദയനീയവും. ഒന്നിനു പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ ഉയരുന്ന അഴിമതി, മാസപ്പടി, സ്വർണ്ണക്കടത്ത് ആരോപണങ്ങൾ, മകൾ വീണയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ തുടങ്ങിയവയെല്ലാം സർക്കാരിനെയും പാർട്ടിയും വലിയ കുഴപ്പത്തിലാണ് എത്തിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ സർക്കാരിന്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, ഭരണത്തിലെ ഗുരുതരമായ വീഴ്ചകൾ, കെടുകാര്യസ്ഥത, സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പാവപ്പെട്ടവരുടെ തുച്ഛമായ സാമൂഹ്യ പെൻഷനും വരെ മുടങ്ങിയതും, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പാർട്ടിക്കാരുടെ അക്രമങ്ങൾ, അഴിമതി, അഹങ്കാരം എന്നിവയെല്ലാം സർക്കാരിനെതിരെ വലിയ ജനവികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ക്രമസമാധാന തകർച്ച, സിദ്ധാർത്ഥിന്റെ അരുംകൊല, ഗുണ്ടാവിളയാട്ടം, പോലീസിന്റെ മാഫിയ ബന്ധം എന്നിവയും സർക്കാരിനും പാർട്ടിക്കും വളരെ മോശമായ പേരാണ് ചർത്തി കൊടുത്തത്. ബാർ കോഴയാണ് സർക്കാരിനെയും പാർട്ടിയും ഒരുപോലെ പിടിച്ചുലച്ച ഏറ്റവും ഒടുവിലത്തെ അഴിമതി. ഡ്രൈ ഡേ എടുത്തു കളയാനും ഇൻഫോ പാർക്കിലും മറ്റും മദ്യക്കടകൾ തുറക്കാൻ അനുമതി നൽകാനും മറ്റുമായി 1000 കോടിയുടെ കോഴ ഇടപാടിന് വഴി തുറന്നിടുന്നതായിരുന്നു വിവാദമായത്. പാർട്ടി ഇതിനകം 25 കോടി വാങ്ങുകയും ചെയ്തുവെന്നായിരുന്നു ആരോപണം. ഈ വിവാദം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഉയർന്നത്. അല്ലായിരുന്നുവെങ്കിൽ പാർട്ടിയുടെ അവസ്ഥ അതിദയനീയമായേനെ. കടുത്ത പാർട്ടി അണികൾക്ക് പോലും സർക്കാരിനെയും അവരുടെ നടപടികളെയും ദഹിക്കുന്നില്ല. പാർട്ടിയുടെ സർവീസ് സംഘടനകൾക്കും ഈ സർക്കാർ ഒന്ന് പോയിരുന്നുവെങ്കിൽ എന്ന ആത്മാർത്ഥമായ ആഗ്രഹമുണ്ട്. ഘടകകക്ഷികളുടെ നിലപാടും വ്യത്യസ്തമല്ല. ബാർ കോഴയിൽ CPI അവരുടെ അതൃപ്തി പരസ്യമായി രേഖപ്പെടുത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് സീറ്റുകൾ വളരെയേറെ കുറയുമെന്ന് ഉറപ്പാണ്. 12 സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പാർട്ടി പറയുന്നതെങ്കിലും പരമാവധി 3 സീറ്റ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ആവർത്തിക്കുന്നത്. ഒരു സീറ്റ് പോലും കിട്ടില്ലെന്നും BJP-യുടെയും CPM-ന്റെയും വോട്ട് വിഹിതം തമ്മിൽ കേവലം 2% വ്യത്യാസമേ ഉണ്ടാവുകയുള്ളൂ എന്നുമാണ് ഒരു എക്സിറ്റ് പോളിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ സ്ഥിതി പരമദയനീയമാകും. ഫലം വരുന്നതോടെ പാർട്ടിയിൽ നിന്ന് പോലും പിണറായിക്കെതിരെ ശബ്ദമുയരാം. ഭയപ്പെടുത്തിയും അച്ചടക്കത്തിന്റെയും വാൾ കാട്ടിയും നിലയ്ക്ക് നിർത്തിയിരിക്കുന്നവർ തല ഉയർത്താം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് അധികകാലമില്ലാത്തതിനാൽ പിണറായി മാറണമെന്ന ആവശ്യവും പാർട്ടിയിൽ ഉയരാം. ഇല്ലെങ്കിൽ പോലും പിണറായിയുടെ പാർട്ടിയിലെ പിടിപാട് ആയി പാർട്ടിയുടെ അവസ്ഥയും മോശമാകും. BJP മികച്ച രീതിയിൽ വോട്ട് പിടിക്കുക കൂടി ചെയ്താൽ കാര്യങ്ങൾ പാർട്ടിക്ക് കൈവിട്ടു പോകും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.